നല്ല മണമല്ലേ? ഇത് ബിരിയാണിക്ക് സ്പെഷ്യൽ മസാല, പൊറോട്ടയുടെ കൂടെ സ്പെഷ്യൽ മസാല, അങ്ങനെയൊക്കെ മസാലയ്ക്ക് ഒരു ഇതൊക്കെ തവിയായതുകൊണ്ട് അങ്ങനെയുണ്ട്. ഉപ്പ് സെറ്റ് അല്ല, കുറച്ചും കൂടെ ഒന്ന് മസാല പിടിക്കാനുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നോക്കിയായിരുന്നു. ചൂട് മാറി പിടിച്ചു. അതേന്ന് വലിയ ചൂട് സംഭവമാണ് ഇവിടെ നടന്നത്. ഇതല്ല അറിഞ്ഞ ഒരു ലക്ഷം പറഞ്ഞോട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 100K സബ്സ്ക്രൈബർ തേങ്ങിയിരിക്കുകയാണ്. അതപ്പോ കഴിഞ്ഞ ആഴ്ച 50 ഇപ്പൊ അങ്ങനെ 100 അല്ലെ? ഇതിപ്പോ 100 ആ ഒരു സന്തോഷം പ്രമാണിച്ച് നമ്മൾ ഇന്ന് ചിക്കനൊക്കെ വെച്ച് ഇന്ന് കേക്ക് മുറിക്കുന്നുണ്ട്. കൈയോട് ഈ 100 ചിക്കൻ മാത്രം പോരെ, പിന്നെന്ത് ബിരിയാണി ഉണ്ട്. സംഭവം ഇത് ബിരിയാണി വൈബാണ്. ബിരിയാണി മസാലയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തെന്നറിയോ, ഞാൻ വന്നപ്പോ സുരേഷ് ഭയങ്കര പരിപാടി, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം സെറ്റാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ദം ബിരിയാണി അല്ല, അപ്പൊ കുറച്ച് ചെറിയ കൂടെ ചേർത്ത് കുറച്ച് തിക്ക് ഗ്രേവി കിട്ടും. കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആണെന്നുണ്ടെങ്കിൽ സംഭവം അല്ല, ഈ ഗ്രേവിയില്ലേ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതാ ദം ബിരിയാണി ആയിട്ട് എടുക്കുന്നതല്ല. നാളെ അവധിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞായറാഴ്ച സെറ്റ് ആണെന്ന്. തേങ്ങാപ്പാല് ഇല്ലാത്തോണ്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാലും വിഷയമില്ലെന്ന് തോന്നുന്നില്ലേ? ഉറപ്പായിട്ടും ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചാൽ പ്രേക്ഷകർ അറിയുക, നമ്മുടെ ചാനല് 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് നമ്മൾ അതിന്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുള്ളത് കൊണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു 100K ഫാമിലിയിൽ എത്തിയത്. അതൊരു ചെറിയ കാര്യമല്ല, നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. നമ്മളൊരു 1000 സബ്സ്ക്രൈബർ പോലും ആവുമെന്ന് ഒരു കാലത്ത് വിചാരിച്ചിരുന്നില്ല. അന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് 1 ലക്ഷം ഫോളോവേഴ്സ് ആയി. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ ചെറിയൊരു ആഘോഷ പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. ഒരു സെക്കൻഡ് കട്ടിയല്ലേ, നമുക്ക് ഓക്കെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഓക്കെ, എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്നുണ്ടല്ലേ. പ്രേക്ഷകർ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഈ ബിരിയാണി വെക്കുന്നത് ഇന്ന് നമുക്ക് പാവപ്പെട്ട ഒരു 10 പേർക്ക് ഒതുങ്ങി അവർക്ക് കൂടെ അങ്ങ് ഫുഡ് കൊടുക്കാം. 10 പേർക്ക് ഇത് നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫറിൽ ഒരാളാണ് സിദ്ദിഖ് ഫോട്ടോഗ്രാഫി. നിങ്ങൾ കേട്ട് കാണും. നമ്മളെ 100K ആയതിന്റെ പേരിൽ വന്നിരിക്കുകയാണ്. സന്തോഷം. നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് അടിച്ചു പൊളിക്കണം കേക്കും ഇതൊക്കെ കട്ട് ചെയ്ത്. അപ്പൊ നമ്മള് വേറൊരു സന്തോഷ വാർത്ത പറയാം. നമ്മള് ഇന്ന് ഈ ബിരിയാണി ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ ഈ ഉച്ചയ്ക്കൊക്കെ വിഷന്ന് നമ്മുടെ ഈ വഴിയിലൊക്കെ കുറച്ച് പേര് കാണും. അങ്ങനെ പാവപ്പെട്ട അത് നമ്മള് വീഡിയോ ആയിട്ട് ഇടുന്നില്ല എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ആ ക്ലിപ്പ് ഇതിനകത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം ആ ഒരു പരിപാടി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല. കേട്ടോ, ഞങ്ങളെ കുറെ ടീമുകൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഞങ്ങൾ പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഉച്ചയ്ക്ക് നടന്ന് ഓടി അധ്വാനിച്ച് നേടിയെടുത്തൊരു വിജയമാണ്. അതിന് നമ്മൾ ചെറിയ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എത്താൻ പല പല ബുദ്ധിമുട്ടും അസൗകര്യങ്ങളും ഉണ്ട്. എങ്കിലും നമ്മൾ ചെറിയ രീതിക്ക് ഇന്ന് പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്. നമുക്ക് കേക്ക് ഒന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബേക്ക്ഡ് കൊല്ലം. കഴിഞ്ഞ തവണ ഒരു 50K ആയപ്പോഴും അവരാണ് നമുക്ക് കേക്ക് സ്പോൺസർ ചെയ്തത്. ഇത്തവണയും ബേക്ക്ഡ് കൊല്ലമാണ് നമുക്ക് സൂപ്പർ 2 കേക്ക് തന്നിരിക്കുന്ന. ബ്ലൂബെറിയും ഫാൻസി പർപ്പിൾ എന്ന് പറയുന്ന കിടിലൻ കേക്ക്. നമുക്ക് അതുകൂടെ കട്ട് ചെയ്ത് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ചിക്കൻ കേക്ക് പിടിച്ചോ ചെയ്യാൻ പോവുകയാണ്. കേക്ക് മുറിക്കുന്നില്ലേ. ബേക്ക്ഡ് നമുക്ക് സമ്മാനിച്ച കേക്കാണ് ബേക്ക്ഡ് കൊല്ലം. ബേക്ക്ഡിൻ്റെ ഫാൻസി പർപ്പിൾ കേക്ക് നമ്മളിപ്പോൾ മുറിക്കാൻ പോവുകയാണ്. അതും ബ്ലൂബെറിയും ഉണ്ട്. വാ, കേക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം. കഴിഞ്ഞ തവണത്തെ വെറൈറ്റി അല്ലേ? കാഴ്ചയിൽ കൊള്ളാം. കഴിച്ചിട്ട് ബാക്കി പറയാല്ലേ? അതെ. അപ്പം ഇതാണ് നമ്മുടെ 100K അച്ചീവ് ചെയ്തതിൻ്റെ കേക്ക്. അപ്പം നമുക്ക് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, കട്ട് ചെയ്യാമല്ലോ മക്കളെ. വാ, പിടിച്ചോ. ഓക്കെ, ഇതാ കേക്ക് എടുത്തു. നമ്മുടെ ചൂണ്ട ക്രിയേഷൻ്റെ 100K ആയിരിക്കുന്നു.
വളരെ സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ 100K അല്ലേ. നമ്മൾ പണ്ട് ചെറിയ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങിയതാണ്. പിന്നെയാണ് അത് വ്ളോഗിലോട്ട് മാറിയത് ഒരു കൊറോണ കാലത്തിനിപ്പുറം. ഉറപ്പായിട്ടും അത് ആ വ്ളോഗിലോട്ട് മാറിയപ്പം ഞാൻ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം പല വഴിക്കായി പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ നോക്കിയപ്പം വ്ളോഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വ്ളോഗിലോട്ടങ്ങ് ഇറങ്ങി. തുടക്കം ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ചിലർക്കൊന്നും വന്ന് എത്താൻ പറ്റിയില്ല അല്ലേ? എത്താൻ പറ്റില്ല. അങ്ങനെ കുറേ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? എല്ലാവരെയും അറിയിച്ചു. നമ്മൾ 100K ആയ സന്തോഷം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും മുന്നോട്ട് പോട്ടെ. 1 മില്യൺ ഉടനെ അടിക്കുമോ? നമുക്ക് മില്യൺ അടിക്കണം. അതിന് നിങ്ങളുടെ ഭയങ്കരമായ സപ്പോർട്ട് വേണം. ഇനിയുള്ള ഇതുവരെ കിട്ടിയ കണ്ടന്റ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് ഫുള്ളി തറോ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് അല്ലേ. ഇനി അങ്ങോട്ട് തറോ എൻ്റർടൈൻമെൻറ്റ് ഐറ്റങ്ങളാണ് നമ്മൾ എത്തിക്കാൻ പോണേന്ന്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരിക്കലും വിഷമം ഉണ്ടാവണ്ട. നല്ല കണ്ടന്റുകളായിരിക്കും വരും. അപ്പോൾ ചൂണ്ട ക്രിയേഷൻ ജൈത്രയാത്ര തുടങ്ങുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്ക് ഒരു സാക്ഷിയാവുകയാണ്. ഗംഭീരമായിട്ടുള്ളൊരു ആഘോഷം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ മനോഹരം എന്ന വാക്ക് വീണ്ടും വീണ്ടും പറയുന്നത് അത്ര മനോഹരമായ കണ്ടന്റുകൾ ഇവർ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചവർക്കും ഇനി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചൂണ്ട ക്രിയേഷൻസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, വളരെ മനോഹരമായ ഗംഭീരമായ കേക്കായിരുന്നു അല്ലേ? ടേസ്റ്റി ഫാൻസി പർപ്പിൾ. മക്കളെ ഇങ്ങനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. നക്കുന്ന എടുക്കല്ലേ? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അയ്യോ നാണോ, എല്ലാവരും ഉള്ളതുകൊണ്ട് നാണോ. ഓക്കെ, പ്രായം പറയണം കേട്ടോ എല്ലാവരും. ഇവിടെ ചെറിയ പാചകമാണ്. ഓ, രാകേഷ് എൻ്റെ ബിരിയാണിയുടെ ഫാനാണ്. ഈ ബിരിയാണി അല്ലേ മറ്റേ ദം ബിരിയാണി കൊള്ളതല്ലേ, നല്ല അരിയല്ലേ ഇത്. മാറേ മോളെ, ഇവിടെ ആക്കണോ ഇങ്ങോട്ട്? എന്താ പരിപാടി? താങ്ക് യു. സബ്സ്ക്രൈബായി ബിരിയാണിയൊക്കെ വെച്ചു വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ഇത് മര്യാദയ്ക്ക് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട് അല്ലേ? സോറി. അപ്പം എല്ലാവരും കഴിച്ചോളൂ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നു. ടാറ്റാ. അങ്ങനെ നമ്മുടെ രാഹുൽ വന്നപ്പം കുറച്ച് ലേറ്റായി പോയി. രാഹുലിന് കേക്ക് കൊടുക്കാം. രാഹുലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതാണ് രാഹുൽ. നമ്മളെ തമിഴനായിട്ട് ഉള്ള ഒരു വീഡിയോയിൽ രാഹുൽ അഭിനയിച്ചിട്ട് യഥാർത്ഥ തമിഴനാണെന്ന് വരെ പലരും ചോദിച്ചിട്ടുണ്ട്. രാഹുൽ ഞാൻ മലയാളി എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വിശ്വസിക്കാത്തവരും ഉണ്ട്. വളരെ ഭയങ്കര സന്തോഷമുണ്ട്. 100K എന്തായാലും കേക്കും എൻ്റെ ഡ്രസ്സും ഒരേ കളറിൻ്റെ രണ്ടും ഒരേ സൂപ്പർ. എന്തായാലും സന്തോഷമുണ്ട് 100K ഈ ചാനലിൽ ഇത്രയും വളർച്ച വന്നതിൽ. നമുക്കും സന്തോഷം. നമുക്ക് ഇനിയും കേക്ക് മുറിക്കണം. 1 മില്യനെ കഴിക്കണ്ടേ? കേക്ക് എടുക്കുമ്പോൾ ഇവിടെ കരമടയ്ക്കണം കേക്കിന്. ഈ കേക്ക് എടുത്തോ. ഇവരെല്ലാവരും നേരത്തെ കഴിച്ചായിരുന്നല്ലേ? രാഹുലിന് കൊടുത്ത് നമുക്ക് തന്നെയാണോ അറിയാൻ വേണ്ടി ഒന്ന് ഇത് മറിച്ചിടാൻ പറ്റുന്നില്ലല്ലേ? ആ ഓക്കെ. മറിക്കണ്ട, മൊത്തത്തിൽ അനുവിന് കേക്ക് വേണ്ടേ? ഇനി വരുന്ന നമുക്ക് ഇനി കിടിലം വീഡിയോസ് ചെയ്യണം. ഒരുപാട് നമ്മളെ ഭയങ്കര പ്ലാനൊക്കെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി പളനിക്ക് പോകുന്നുണ്ട്. പളനി പോയി രാഹുൽ മുട്ടയടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ധനുഷ് കോടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതെല്ലാം രാഹുലാണ് സ്പോൺസർ ചെയ്യുന്നത്. രാഹുലിന്റെ കല്യാണത്തിനോടനുബന്ധിച്ച് രാഹുലിന്റെ കല്യാണമൊക്കെ ആവാറായി. അപ്പൊ രാഹുലിന്റെ ചെലവാണ് ഫുള്ള് അല്ലേ? എന്റെ ചെലവ് പൈസ കൊടുക്കുന്നുണ്ട്. അതാണ്. അപ്പൊ നമ്മുടെ ഇനി അടുത്ത ഒരു 10 വീഡിയോ രാവിലെ സ്പോൺസർ ചെയ്യാൻ സംബന്ധിച്ചു അത് ഒരു ഭയങ്കര സന്തോഷം. ഞാൻ സ്പോൺസർ ചെയ്യാന്ന് പറയും, ഇവര് ചെയ്യും. പൈസ വേറെ ഇച്ചിരി കേക്ക് മുറിപ്പുണ്ടായിരുന്നു. അത് ഇത് കേക്ക് ഇങ്ങനെയൊക്കെ ആവുമോ? അതാണ് ആദ്യമായിട്ടാണ് കേക്ക് പോക്കറ്റ് എടുത്തിട്ട് മൈക്ക് കുറച്ച് വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. വേറെ ഒന്നുമല്ല, ഇന്ന് പുള്ളിയുടെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും. മറ്റേ രജനീകാന്തിന്റെ ഡയലോഗ് പുള്ളിയുടെ വൈഫ് വീട്ടിലെ പാർട്ടി ആയിരുന്നല്ലേ? ബർത്ത്ഡേ ആയിരുന്നല്ലേ? എന്റെ ബർത്ത്ഡേ. അത് ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പൊ എനിക്ക് ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇന്നലെ മുറിക്കാൻ പറ്റിയില്ല. അങ്ങനെ കേക്ക് അവര് വാങ്ങിച്ചു വെച്ചു, സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചത്. അപ്പൊ ഇന്ന് രാവിലെ മുറിക്കണമല്ലേ? ഞാൻ വിചാരിച്ച കേക്ക് വലിച്ചു പോകുന്നു. അതെ അറിയാത്തവരുണ്ടോ? നമ്മൾ അങ്ങനെയൊന്നും കരുതണ്ട. അപ്പോ ഇന്നിപ്പോ ഇവിടെ വന്ന് ഇവിടെ മുറിക്കുകയാണ് കേക്ക്. അവിടെ കേക്ക് ശരിയാ. ഇപ്പൊ 2 കേക്കാ ഞാൻ മുറിച്ചത്. അതെ, 2 കേക്ക്. ഇത് പകുതി വെച്ചാൽ അടുത്ത വർഷത്തേക്ക്.
ഇതാ എടുത്തോ. മതി മതി ഇനി നിർബന്ധിക്കല്ലേ. നിർബന്ധിച്ച് സുഖം. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത കിടുക്കാച്ചി ഒരുപാട് കാഴ്ചകൾ പുറകിൽ വരുന്നുണ്ട്. ഡോൺ മിസ് ഇറ്റ്. ടാറ്റ. വീണ്ടും എല്ലാവരും ടാറ്റ. ടാറ്റ. ഹായ്.